കേരള PSCയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നിൽ ട്രാൻസ് വുമണായ അനീറയുടെ പോരാട്ടം. സുപ്രീംകോടതി ഉത്തരവുണ്ടായിട്ടും വിധി നടപ്പിലാക്കാൻ വൈകിയതോടെയാണ് ഒറ്റപ്പാലം സ്വദേശിനിയായ അനീറ നിയമ പോരാട്ടത്തിനിറങ്ങിയത്. അവഗണനകൾ തുടർന്നപ്പോൾ ദയാവധം വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ലീഗൽ സർവീസസ് സൊസൈറ്റിയെ സമീപിച്ച അനീറ പിന്നീട് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് കേരള PSCയിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് ജോലി സംവരണം വേണമെന്ന സുപ്രീം കോടതി ഉത്തരവ് കേരള PSC നടപ്പിലാക്കാതെ വന്നപ്പോഴാണ് അനീറ 2019 നിയമ പോരാട്ടത്തിനിറങ്ങിയത്. 5 വർഷത്തിനു ശേഷം സംവരണം നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയപ്പോൾ അനീറയ്ക്ക് നിറഞ്ഞ സന്തോഷം. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് കേരള ഹൈക്കോടതിന്റെ പുതിയ ജഡ്ജ്മെന്റ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു സംവരണത്തിന് വേണ്ടി നീണ്ട 6 വർഷക്കാലമായി ഇതിന്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറിന് ഞാനൊരു നിവേദനം നൽകിയിരുന്നു. ആ നിവേദനത്തിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ സംവരണം തരാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് ട്രാൻസ്ജെൻഡർ വ്യക്തികള്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ജോലിയില്ലാത്ത ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ്. അവർക്കെല്ലാം കേരള സർക്കാരിന്റെ ഈ PSC സംവരണം എത്രയും വേഗം 6 മാസത്തിനകം തന്നെ സർക്കാർ ഈ ഇംപ്ലിമെന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഭാഗമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എത്രയും വേഗം സാധിപ്പിച്ചു തരണം എന്നുള്ളതാണ്. 2 PGയും B.Edഉം M.Edഉം ഉൾപ്പെടെ ഉയർന്ന യോഗ്യതകളുണ്ടായിട്ടും ഒരു ജോലിക്കായി അനീറ അലയാത്ത വഴികളുണ്ടായിരുന്നില്ല. അങ്ങനെ മനം മടുത്താണ് ദയാവധം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നത്. സംഭവം വലിയ ചർച്ചയായതോടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. ഇപ്പോൾ ഒറ്റപ്പാലം BRCയിൽ താൽക്കാലിക ജോലി ചെയ്തു വരികയാണ് അനീറ. ഹൈക്കോടതി ഉത്തരവ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർക്ക് പ്രതീക്ഷ നൽകുമെന്ന് അനീറ പറയുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.